അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കെപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്, ബേജാറുകളാണ് അല്ലേ? കുടുംബത്തിൽ പ്രശ്നം, അയൽവാസിയിൽ പ്രശ്നം, ജോലിസ്ഥലത്ത് പ്രശ്നം, സാമ്പത്തികമായി പ്രശ്നം, എപ്പം നോക്കുമ്പോഴും തലവേദനയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി, സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി, അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു ദിക്ർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റാണ്. ഞാൻ ഓരോ ദിക്റുകളും പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഇത് നമ്മൾ പുതിയതായി ഉണ്ടാക്കുന്ന ഒരു ദിക്റല്ല, നമ്മൾ മുമ്പേ ചൊല്ലി വരുന്ന ദിക്റാണ്. പക്ഷെ അതിൻ്റെ മഹത്വം അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ദിക്ർ വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവമുള്ള ഒരു ദിക്റാണ്. അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങൾ, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതിനേക്കാളും എത്രയോ വലിയ പ്രശ്നത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ ദിക്ർ. അതായത് ഒരാള് ഒരു കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ആഴക്കടലിൽ എത്തുമ്പോൾ ആ മനുഷ്യനെ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ? ആഴക്കടലിൽ കൈയിട്ടടിച്ച് അവസാനം മുങ്ങി വെള്ളം കുടിച്ച് മരിക്കുകയല്ലാതെ വേറെ രക്ഷയുണ്ടോ? അപ്പൊ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു കപ്പലോ അല്ലെങ്കിൽ വല്ല ബോട്ടുകളോ വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തിയാലോ? സാധ്യതയുണ്ട്. കാരണം എന്താ? ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കൈയിട്ടടിക്കുന്നതോ അല്ലെങ്കിൽ നീന്താൻ കഴിയുന്ന ആളാണെങ്കിൽ എത്രയെന്ന് വെച്ചിട്ടാ നീന്തുക? എന്നാലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കടലിൽ എറിയപ്പെട്ട ആളെ ഒരു മീന് വന്ന് വിഴുങ്ങിപ്പോയാലോ? ആ മീന് ഏത് ആഴക്കടലിലേക്കാണ് പോവുക? അറിയാൻ പറ്റുമോ? ഇല്ല. ഏതായാലും മരണം ഉറപ്പായിരിക്കുമല്ലോ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ബഹുമാനപ്പെട്ട സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിൽ എറിയപ്പെടുകയും അവിടെ നിന്നും ഒരു മത്സ്യം വിഴുങ്ങിപ്പോവുകയും ചെയ്ത സന്ദർഭത്തിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചൊല്ലിയ ദിക്ർ. ഈ ദിക്ർ മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ അർത്ഥവും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയവും നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. എന്താ ബഹുമാനപ്പെട്ടവർ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത, പടച്ചോനെ നീയല്ലാതെ ആരാധനക്കർഹൻ ഒരാളുമില്ല, നീയല്ലാതെ ഒരു ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുള്ളവൻ നീയാണ് റഹ്മാനെ, അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ ആന്തരികമായ അർത്ഥം എന്താ? എനിക്ക് ഒരു കഴിവില്ല പടച്ചോനെ, എനിക്ക് ഒരു കഴിവില്ല, പടച്ചോനോട് സമ്മതിക്കുകയാണ്. എന്നിട്ടോ സുബ്ഹാനക, പടച്ചോനെ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു, നിന്നെ പരിശുദ്ധനാക്കുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്താ? എനിക്ക് ഒരു പരിശുദ്ധിയില്ല റബ്ബേ, എനിക്ക് ഒരു പരിശുദ്ധിയില്ല, പരിശുദ്ധനായവൻ നീയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചോനെ ഞാൻ ഒരു അക്രമം ചെയ്തു പോയവനാണ്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയവനാണ്, അക്രമം ചെയ്തു പോയവനാണ്. ഇതിനേക്കാളും താഴ്മയായി പറയാൻ എന്ത് ദിക്റാണ് വേറെയുള്ളത്? ബഹുമാനപ്പെട്ടവർ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഈ ദിക്ർ പതിവാക്കിയപ്പോ അല്ലാഹു തആല എന്താ ചെയ്തത്? നമുക്കൊക്കെ ചരിത്രം അറിയാം. ആ മത്സ്യത്തിനെ കൊണ്ട് ആ കടലിന്റെ പുറത്ത് വന്ന് ഛർദിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ പുറത്തു വന്നു. അത്രയും വലിയ പ്രശ്നത്തിൽ നിന്ന് അല്ലാഹു തആല ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തെത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതും നമ്മുടെ പ്രശ്നവും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എന്ത് പ്രശ്നമാണോ? ഒരു പ്രശ്നമല്ല അത് സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ഏതായാലും സോൾവ് ചെയ്യാൻ പറ്റും, ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദിക്ർ ഇങ്ങനെ പതിവാക്കുക. നമുക്കും ഇതുപോലെ എന്നല്ല, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകും. നമ്മുടെ ഉറക്കം കെടുത്തുന്നത് എന്താണോ, നമ്മെ പ്രയാസപ്പെടുത്തുന്നത് എന്താണോ, നമ്മെ സങ്കടപ്പെടുത്തുന്നത് എന്താണോ, ഒക്കെ അല്ലാഹു തആല മാറ്റിത്തരും. സാമ്പത്തികമായി കടങ്ങളെ കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ കൊണ്ട് മാനസികമായി വിഷമിക്കുകയാണോ, ബുദ്ധിമുട്ടുകയാണോ, ഈ ദിക്ർ അങ്ങോട്ട് പതിവാക്കിക്കോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ അർത്ഥവും കൂടെ ഒന്ന് മനസ്സിൽ കരുതുക. അപ്പോഴാണ് അതൊരു പരിപൂർണമാവുക. അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലുന്നതും
അർത്ഥമറിയാതെ ദിക്ർ ചൊല്ലുന്നതും അത് രണ്ടും രണ്ടാണ്. അതിൻ്റെ ആ ഒരു ഇഖ്ലാസ്, അതിൻ്റെ ആ ഒരു തഖ്വ അത് കിട്ടണമെങ്കിൽ ആ ദിക്റുകളോട് കൂടെ അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിന് നമുക്കൊരു ഇഖ്ലാസ് വർദ്ധിച്ച് കിട്ടുക, അല്ലാഹു തആല സ്വീകരിക്കാൻ കാരണമാവുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിയിട്ട് സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ഹലാലായ വഴി തുറന്നു തരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മിനിഞ്ഞാന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്താണ് ചോദ്യം? നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ 3 or 4 റക്അത്തുള്ള നിസ്കാരത്തിൽ നമുക്ക് 2 അത്തഹിയാത്ത് കിട്ടും അല്ലെ? ഒന്നാമത്തെ അത്തഹിയാത്തും അവസാനത്തെ അത്തഹിയാത്തും. എന്നാൽ മഗ്രിബ് നിസ്കാരം എത്രയാ? 3 റക്അത്ത്. ഈ 3 റക്അത്തുള്ള മഗ്രിബ് നിസ്കാരത്തിൽ 4 അത്തഹിയാത്ത് കിട്ടുന്ന ഒരു മസ്അലയുണ്ട്. അതെങ്ങനെയാണ് എന്നാണ്. അതിനൊരു ക്ലൂവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ് എന്ന്. അതെങ്ങനെയാണ് അതിന്റെ മസ്അല വരുന്നത്? എങ്ങനെയാണ് ഈ 4 അത്തഹിയാത്ത് കിട്ടുന്നത്? ചില ആളുകൾ അതിന് ഉത്തരം എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഉദാഹരണത്തിന് മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. ഞാൻ വുളൂ ചെയ്ത് കയറി ചെല്ലുന്ന സമയത്ത് ഇമാമ് അത്തഹിയാത്തിലാണ്. ഞാൻ ഉടനെ പോയിട്ട് ആ അത്തഹിയാത്തിൽ അങ്ങോട്ട് ചേർന്നു. അത് ഇമാമിന്റെ ആദ്യത്തെ അത്തഹിയാത്തായിരുന്നു. ഇമാമിന്റെ ആദ്യത്തെ അത്തഹിയാത്തിലാണ് ഞാൻ ഇമാമിനൊപ്പം തുടരുന്നത്. ആ അത്തഹിയാത്തിൽ ഇരിക്കലോടുകൂടെ എനിക്ക് ഒരു അത്തഹിയാത്ത് കിട്ടി അല്ലെ? എനിക്ക് റക്അത്ത് കിട്ടിയോ? ഇല്ല. അങ്ങനെ ഇമാമിന്റെ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റു. ഇമാമ് റുകൂഉം സുജൂദൊക്കെ കഴിഞ്ഞ് അത്തഹിയാത്തിനിരുന്നു. ഇമാമിന്റെ 2ാമത്തെ അത്തഹിയാത്താണ്, എന്റെയും 2ാമത്തെ അത്തഹിയാത്താണ്. പക്ഷെ എനിക്ക് എത്രയാ റക്അത്തായിട്ടുള്ളത്? ഒരൊറ്റ റക്അത്ത്. ഇമാമിന്റെ കൂടെയുള്ള ആ 3ാമത്തെ റക്അത്തിൽ എനിക്ക് ഒരു റക്അത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 2 അത്തഹിയാത്തായി. ഇമാമ് സലാം വീട്ടിയ ഉടനെ ഞാൻ എഴുന്നേറ്റു, ഒരു റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ എന്റെ 2ാമത്തെ റക്അത്താണ്. 2ാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് അത്തഹിയാത്തിന് ഇരിക്കണമല്ലോ. അത്തഹിയാത്തിനിരുന്നു. എന്റെ 3ാമത്തെ അത്തഹിയാത്ത്. 2 റക്അത്തും 3 അത്തഹിയാത്തും. വീണ്ടും എന്റെ 3ാമത്തെ റക്അത്തും കഴിഞ്ഞ് ഞാൻ അത്തഹിയാത്തിനിരുന്നു. 4ാമത്തെ അത്തഹിയാത്ത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് 4 അത്തഹിയാത്ത് ഈ മഗ്രിബ് ഒരു നിസ്കാരത്തിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നും ഇൻഷാ അല്ലാഹ് ചോദ്യം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക, അതിൻ്റെ ഉത്തരം കമന്റ് ചെയ്യുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.